കഥയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി എന്തിനോ കണ്ട് പേടിച്ചിട്ട് കാടിന്റെ നടുവിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും താഴെ ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നു. ആ ട്രാപ്പിൽ ചവിട്ടിയിട്ട് പെൺകുട്ടി അവിടെ നിന്ന് പോകുന്നത്. അവളെ ദൂരാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളെ കൊണ്ട് കഴിയുന്നില്ല. ഉടനടി അവളുടെ നെഞ്ചത്തൊരു ബുള്ളറ്റ് വന്ന് പതിക്കുകയാണ്. അവൾ താഴെ വീഴുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അവൾ മരണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ സൈഡിലായിട്ട് ഒരു മനുഷ്യനെ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇവരെ ആരോ വേട്ടയാടുന്നതാണ്. പെട്ടെന്നായിരിക്കും ഈ പെൺകുട്ടീനെ എന്തോ വന്ന് വേഗതയിൽ വലിച്ചെടുത്തോണ്ട് പോകുന്നത്. ഇതിനുശേഷം ഒരു വാനാണ് കാണിക്കുന്നത്. ആ വാനിനുള്ളിൽ 4 പേരുണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന 2 പേര് കപ്പിളാണ്. ഒരാളുടെ പേര് മെലീസ എന്നും മറ്റേ ആളുടെ പേര് ജാക്ക് എന്നുമാണ്. ബാക്കിലിരിക്കുന്നത് സഹോദരി സഹോദരനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സഹോദരി സഹോദരൻ എന്ന് പറയാം. എന്തായാലും ഇവരെല്ലാം ട്രിപ്പിനാണ് പോകുന്നത്. എവിടെ ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മെലീസയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ജാക്ക് വണ്ടി ഒരു സൈഡിൽ ഒതുക്കാണ്. മെലീസ കാട്ടിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജാക്കിന്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അവൻ ബാക്കിയുള്ള ആൾക്കാരോട് അത്ര മാന്യമായിട്ടൊന്നും അല്ല പെരുമാറുന്നത്. എന്തോ ഔദാര്യത്തിൽ ബാക്കിയുള്ള ആൾക്കാർ കൂടെ വന്നതുപോലാണ് അവൻ പെരുമാറുന്നത്. കാരണം അവന്റെ ട്രക്കാണല്ലോ. അപ്പൊ അവൻ പറയുന്നത് കേട്ട് നിൽക്കണമെന്നാണ് അവന്റെ ഒരു ചിന്താഗതി. ഇതിനുശേഷം അവരവിടെ നിന്ന് ആ ഒരു കാർ എടുത്തോണ്ട് പോവാണ്. പോകുന്ന വഴിക്ക് മെലീസ റേഡിയോ ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പാട്ടിടാൻ വേണ്ടിയിട്ട്. എന്നാൽ ജാക്ക് സമ്മതിക്കത്തില്ല. അവളുടെ കയ്യിൽ ശക്തമായിട്ട് തന്നെ അടിക്കുകയാണ്. അവൾ വീണ്ടും വീണ്ടും റേഡിയോ ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ സമ്മതിക്കാതെ വീണ്ടും വീണ്ടും അവൾ അടിക്കും. അതായത് ഇവനൊരു ചിന്താഗതിയുണ്ട്, മെലീസ അവൻ പറയുന്നത് പോലെ തന്നെ കേട്ട് ഒരു കളിപ്പാവയെ പോലെ ജീവിക്കണമെന്ന്. ഇതെല്ലാം കണ്ടുകൊണ്ട് സഹോദരി സഹോദരനും പിറകിലിരിപ്പുണ്ട്. അവർക്ക് അവന്റെ സ്വഭാവം മനസ്സിലായി, ഇവൻ ശരിയല്ല എന്നുള്ള കാര്യം. എന്തായാലും അവരൊന്നും മിണ്ടുന്നില്ല. കാരണം അത് ഇവന്റെ ട്രക്കാണ്. ഇവനോട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന ഇവൻ ചിലപ്പോൾ വഴിയിൽ ഇറക്കി കളയും. അങ്ങനത്തെ സ്വഭാവമുള്ളയാണ് ഈ ജാക്ക്. അങ്ങനെ ഇവരെല്ലാരും കൂടെ ഒരു പെട്രോൾ പമ്പിൽ വരുന്നുണ്ട്. അവിടെ ആയിട്ട് തന്നെ ഒരു കടയും ഉണ്ട്, ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കട. ഇപ്പൊ ജാക്കും അതുപോലെ തന്നെ സഹോദരനും കൂടെ കാറിന് പെട്രോൾ അടിക്കുകയാണ്. സഹോദരനോട് വലിയ കമ്പനിയൊന്നുമില്ല ജാക്കിന്. അവനെ അപമാനിക്കുന്നത് പോലെയാണ് ജാക്ക് സംസാരിക്കുന്നത്. ഇതേ നേരം തന്നെ ആ 2 പെമ്പിള്ളാരും കൂടെ റെസ്റ്റ് റൂം യൂസ് ചെയ്യാനായിട്ട് അവിടെ ഒരു റെസ്റ്റ് റൂം ഉണ്ടായിരുന്നു, അതിനുള്ളിൽ പോകുന്നുണ്ട്. ഇപ്പൊ മെലീസ അതിനുള്ളിൽ കയറി നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു വയസ്സായ മനുഷ്യൻ ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങേർക്ക് ബോധമൊന്നുമില്ല. മെലീസ ചെന്ന് അങ്ങേരെ തട്ടി വിളിക്കുകയാണ്, ഇത് ലേഡീസ് വാഷ്റൂമാണ്, ഇറങ്ങി പോടോന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ അയാൾ ചാടി വീഴാണ് മെലീസയുടെ ദേഹത്തോട്ട്. പക്ഷെ ചാടി വീണേന്നല്ല, അയാൾ അവശതയായിരുന്നു, താഴെ വീഴാൻ പോയതാണ്. ഈ വീണ നേരത്ത് മെലീസയുടെ കയ്യിൽ ചെറുതായിട്ട് മാന്തി മുറിവേറ്റിട്ടുണ്ട്. എന്തായാലും ഇത് കാണുന്ന സഹോദരി അങ്ങേരെ പിടിച്ച് പുറത്തു കൊണ്ട് കളയാണ്. പിന്നീട് മെലീസയുടെ അടുത്ത് വന്നിട്ട് മെലീസയുടെ കയ്യിലുള്ള മുറിവെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ അവളോട് പറയുന്നുണ്ട്, ജാക്കിന് നിന്നോടുള്ള പെരുമാറ്റം അത്ര ശരിയൊന്നുമല്ല. അവൻ നിന്നൊരു അടിമയായിട്ടാണ് കാണുന്നത്. അവൻ എന്ത് പറയുന്നു അതുപോലെ തുള്ളുന്ന ഒരു അടിമയായിട്ട്. അതുകൊണ്ട് എല്ലാം സഹിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ് മെലീസയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ മെലീസ ഇതൊന്നും മൈൻഡാക്കി എടുക്കുന്നില്ല. കാരണം അവൾക്ക് ജാക്കിന് ഒരുപാട് ഇഷ്ടമാണ്. പിന്നീട് മെലീസയും അതുപോലെ തന്നെ സഹോദരിയും കൂടെ പുറത്തോട്ടിറങ്ങി വരികയാണ്. അവിടെ തന്നെ സഹോദരനും അതുപോലെ തന്നെ ജാക്ക് നിൽപ്പുണ്ട്. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ അവിടെ ഒരു കടയുണ്ടായിരുന്നു, ആ കടയിനുള്ളിലോട്ട് കഴിക്കാനായിട്ട് കയറിപ്പോവാണ്. ഇപ്പൊ മെലീസ സഹോദരിയോട് എന്തൊക്കെയോ സംസാരിച്ച് കയറി വരുന്ന നേരത്ത് അവളുടെ എന്തോ പേഴ്സോ മറ്റോ ഉണ്ടായിരുന്നു, അത് താഴെ വീഴാണ്. എന്നാൽ അത് അവൾ അറിയുന്നില്ല. അന്നേരമായിരിക്കും അവിടെ 2 പേര് ഇരിക്കുന്നത്. അവര് മെലീസയോട് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ മെലീസ അത് ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അതിനകത്തുള്ളൊരു വൃത്തികെട്ട മനുഷ്യൻ അവളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ദാ നിന്റെ പേഴ്സ് താഴെ കിടക്കുന്നു എന്ന് പറഞ്ഞ്. പക്ഷെ അങ്ങനെ കയ്യിലൊക്കെ കയറി പിടിക്കുന്നത് ശരിയാണോ? മെലീസ സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അവൾ എങ്ങനെയൊക്കെയോ ആ സീറ്റിൽ പോയിരിക്കുന്നുണ്ട്. പക്ഷെ ജാക്കിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ജാക്ക് നല്ല രീതിയിൽ അവന്മാരെ ചീത്ത പറയുന്നുണ്ട്, തിരിച്ചും അവന്മാര് ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ അവന്മാര് തമ്മിൽ അടിയാവുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കട നടത്തുന്നത് ഒരു മുത്തശ്ശിയാണ്. ആ മുത്തശ്ശി ബാക്കിയുള്ള 2 അടുത്ത് അടങ്ങിയിരിക്കാനായിട്ട് പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ജാക്കാണ് വീണ്ടും അവന്മാരത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് സഹോദരി പറയും, വെറുതെ ഇരി, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ ഇത് ജാക്കിന് ഇഷ്ടപ്പെടത്തില്ല. അവൻ അവിടെ നിന്ന് കഴിക്കാതെ പിണങ്ങി ഇറങ്ങി പോവുകയാണ്. പിന്നാലെ തന്നെ മെലീസ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അവനെ ചെന്ന് പിടിച്ചു നിർത്തി അവനെ സമാധാനപ്പെടുത്തുകയാണ്. എടാ വിട്ടേര്, കുറച്ചു ദൂരം വരെ അവര് കാണത്തുള്ളൂ. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ അവരെ നമുക്ക് അടുപ്പിക്കണ്ട, നമുക്ക് നമ്മൾ 2 പേരും മതി എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്താണ്. അവന് സമാധാനപ്പെടുന്നുണ്ട്. ഇതിനുശേഷം ഇവരകത്തോട്ട് കയറി വരികയാണ്. ജാക്ക് പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അന്നേരം മെലീസ അതുപോലെ തന്നെ സഹോദരൻ സഹോദരി ഇവരെല്ലാരും കൂടെ കൗണ്ടറിൽ വന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ പാഴ്സലായിട്ട് വാങ്ങുന്നുണ്ട്. ഇതേ നേരം ജാക്ക് അവിടെ ഇരിക്കുകയാണല്ലോ. അന്നേരം ഒരു പെൺകുട്ടി അവന്റെ അടുത്ത് വരുന്നുണ്ട്. ആ പെൺകുട്ടിയെ കൂടെ ഇവരുടെ കൂടെ കൊണ്ടുപോകുന്നു ചോദിക്കുന്നുണ്ട്. കാരണം ഇവരെല്ലാരും ഒരേ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പൊ ജാക്കും സമ്മതം കൊടുക്കും. ജാക്ക് ആ പെൺകുട്ടീനെയും വിളിച്ച് അവരുടെ അടുത്ത് വന്നിട്ട് ഇവരോട് കാര്യം പറയും. പക്ഷെ സഹോദരിക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. കാരണം അറിയാത്ത ഒരാളെ എങ്ങനെ കൊണ്ടുപോകുന്ന, ഇനി ഇതിപ്പോ കള്ളിയാണോ കൊള്ളക്കാരിയാണോ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ജാക്ക് കേൾക്കത്തില്ല. എന്റെ വണ്ടിയാണ്, എനിക്ക് ഇഷ്ടമുള്ളവരെ കയറ്റും എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയും വിളിച്ച് പുറത്തോട്ടിറങ്ങി പോകും. എന്തായാലും ആ പെൺകുട്ടി പുറത്തോട്ടിറങ്ങി വരുമ്പോൾ അവിടെ ആയിട്ടൊരു കാറ് കിടപ്പുണ്ട്. ആ കാറ് കണ്ട് അവള് പേടിക്കുകയാണ്. പക്ഷെ ജാക്ക് അവളെയും വിളിച്ച് അവരുടെ വാനിന്റെ അടുത്ത് വരികയാണ്. എല്ലാരും കൂടെ വാൻ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ അവര് പോകുമ്പോൾ മെലീസ റേഡിയോയിലൊക്കെ പിടിച്ച് എന്തൊക്കെയോ ചെയ്തിട്ട് എങ്ങനെയൊക്കെ പാട്ടിടുകയാണ്. പക്ഷെ ഇപ്രാവശ്യം ജാക്ക് അവളൊന്നും വഴക്കൊന്നും പറഞ്ഞില്ല. എന്തായാലും പോകുന്ന വഴിക്ക് ഇവരുടെ കൂടെ വന്ന ആ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി എന്തൊക്കെയോ കണ്ട് എന്തൊക്കെയോ അവൾക്ക് നല്ല പേടി
പേടിയുണ്ട്. പക്ഷെ ഇവരോടൊന്നും കാര്യം പറയുന്നില്ല. അങ്ങനെ അവർ വാൻ ഓടിച്ച് പോകുമ്പോഴായിരിക്കും നമ്മൾ നേരത്തെ ഒരു കാർ കണ്ടില്ലേ, ആ പെൺകുട്ടി പേടിച്ച് മാറിപ്പോയ ആ കാർ അവരെ ഓവർടേക്ക് ചെയ്ത് പോവാണ്. അപ്പൊ ഈ പെൺകുട്ടി എനിക്ക് ഛർദ്ദിക്കണം, വണ്ടി നിർത്താമോ എന്ന് ചോദിച്ചിട്ട് വണ്ടിക്കുള്ളിൽ ഛർദ്ദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ജാക്ക് വാൻ ഒരു സൈഡിൽ ഒതുക്കുകയാണ്. ഇതേ നേരം ആ പെൺകുട്ടി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തോട്ട് ഛർദ്ദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ അവർ ഓവർടേക്ക് ചെയ്ത് പോയ ആ ഒരു കാറിലെ അതൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അതും ഇവരുടെ തൊട്ട് മുന്നിലായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇതേ നേരം തന്നെ കാറിനുള്ളിൽ ആ പെൺകുട്ടി ഒരുപാട് ഛർദ്ദിച്ച് വൃത്തികേടാക്കിയല്ലോ. അപ്പൊ മെലീസയ്ക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവള് ജാക്കിനോട് അത് പറയുമ്പോൾ ജാക്ക് ആ പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അയ്യോ പാവം പെൺകുട്ടിയല്ലേ, അറിയാതെയല്ലേ ഛർദ്ദിച്ചെന്ന് പറഞ്ഞിട്ട്. സാധാരണ ജാക്ക് വേറെ ആരെങ്കിലും ഇതുപോലെ ചെയ്താൽ നല്ല പ്രശ്നം ഉണ്ടാക്കും. ഇത് മെലീസയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ മെലീസയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് മനസ്സിലായടാ, നിനക്ക് ആ പെൺകുട്ടിയോട് ക്രഷ് ഉണ്ട്, അതുകൊണ്ടല്ലേടാ നീ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് മെലീസയും അതുപോലെ തന്നെ ജാക്കും കൂടെ വഴക്കാവാണ്. ജാക്ക് ഈ സമയം മെലീസനെ നല്ല രീതിയിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവൾ അങ്ങ് അപമാനിക്കുകയാണ്. അതുപോലെ മെലീസയുടെ ദേഹത്ത് പിടിച്ച് അവളെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. ഇത് കണ്ടു നിൽക്കാനായിട്ട് സഹോദരിക്ക് പറ്റത്തില്ല. അവൾ ഓടി വന്ന് ഈ വണ്ടിയുടെ ചാവി അങ്ങ് ഊരിയെടുക്കുകയാണ്. ജാക്ക് ഇത് കണ്ടിട്ട് ചാവി തട്ടിപ്പറിക്കാനായിട്ട് നോക്കുമ്പോൾ സഹോദരി കൊടുക്കത്തില്ല. ആ താക്കോല് വലിച്ച് കാട്ടിലോട്ട് എറിഞ്ഞു കളയാണ്. അങ്ങനെ ആ താക്കോല് കണ്ടുപിടിക്കാനായിട്ട് ജാക്ക് ഒറ്റയ്ക്ക് കാട്ടിനുള്ളിലോട്ട് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ മെലീസയ്ക്കും സഹോദരി അങ്ങനെ ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ചിരിക്കുകയാണ്. പക്ഷെ സഹോദരൻ അതൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അവൻ വന്ന് സഹോദരി ചീത്ത പറയുന്നുണ്ട്. ഒരാളുടെ വണ്ടിയുടെ ചാവി എടുത്തിട്ടാണോ കാട്ടിലിട്ട് എറിഞ്ഞു കളയുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ സഹോദരിക്കും മനസ്സിലായി അവള് ചെയ്തത് തെറ്റാണെന്ന്. അന്നേരം അവരുടെ കൂട്ടത്തിൽ വന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി കരയാനായിട്ട് തുടങ്ങും. എന്റെ കൂടെ വന്ന അയാളെ അവര് പിടിച്ചോണ്ട് പോയി, എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ഇവരെന്തോ കണ്ടിട്ട് മുമ്പോട്ട് അങ്ങനെ നടന്നു പോകുന്നത്. ആ ഒരു സഹോദരിയും അതുപോലെ തന്നെ സഹോദരനും എന്തോ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് മറ്റേ പെൺകുട്ടി, അതായത് അവരുടെ കൂട്ടത്തിൽ വന്ന ആ പെൺകുട്ടിയാണെങ്കിൽ പേടിച്ചിട്ട് എല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. അന്നേരം തന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവരെ അങ്ങ് പിടിച്ചു വെക്കുകയാണ്. ഓരോ ആൾക്കാരെയായിട്ട് പിടിച്ചു വെക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ആയുധമായിട്ട് തോക്കൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് അവർക്ക് ആർക്കും അനങ്ങാനായിട്ട് പറ്റുന്നില്ല. ഇതേ നേരം തന്നെ മറ്റേ പെൺകുട്ടി ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ അവളുടെ നെഞ്ചത്ത് തന്നെ ഷൂട്ട് ചെയ്ത് അവളെ താഴെ ഇടുകയാണ്. അന്നേരമായിരിക്കും ജാക്ക് ചാവിയും കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അവനെയും അവർ പിടിച്ചു വെക്കുകയാണ്. ഇതേ നേരം തന്നെ സഹോദരിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. അവൾ അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഞാൻ അവളെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് നിൽക്കുമ്പോൾ ആ വില്ലന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തൻ സഹോദരിയുടെ കാലിൽ തന്നെ ഷൂട്ട് ചെയ്യാണ്. അവളുടെ പാത രണ്ടായിട്ട് പിളർന്നു പോകുന്നുണ്ട്. അങ്ങനെ സഹോദരി കുടഞ്ഞ് താഴെ വീഴുകയാണ്. അവളെ കൊണ്ട് എണീറ്റ് നിൽക്കാനൊന്നും പറ്റുന്നില്ല. അന്നേരം തന്നെ വില്ലന്മാരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ വന്നിട്ട് ഒരു കത്തി എടുത്ത് സഹോദരിയുടെ കഴുത്തിന്റെ ബാക്കിലായിട്ട് കുത്തി അവിടെ വെച്ച് തന്നെ സഹോദരിനെ കൊന്നുകളയാണ്. ഇതൊക്കെ കണ്ട് എല്ലാരും പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. അവർക്ക് രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റുന്നില്ല. അതുപോലെ ഇവരെ വേട്ടയാടുന്നത് മറ്റാരും അല്ല കേട്ടോ, അത് ഇവര് റെസ്റ്റോറന്റിൽ വെച്ച് വഴക്കുണ്ടാക്കിയില്ലേ അവര് തന്നെയാണ്. പിന്നീട് ബാക്കി വന്ന എല്ലാ ആൾക്കാരെയും ഈ വില്ലന്മാർ ഇടിച്ച് ബോധം കെടുത്തി കളയാണ്. പിന്നീട് അവർക്ക് ബോധം വന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സഹോദരൻ അതുപോലെ തന്നെ ജാക്ക് പിന്നെ മെലീസ ഇവരെ മൂന്നുപേരെയും കൂടെ പിടിച്ച് അവരൊരു കാട്ടിന്റെ നടുവിലായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷെ ആ കെട്ട് അത്ര ടൈറ്റ് ഒന്നും അല്ല. ആദ്യം തന്നെ ജാക്ക് അവന്റെ കയ്യിലുള്ള കെട്ടൊക്കെ പൊട്ടിച്ചിട്ട് മെലീസയുടെ കയ്യിലുള്ള കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുകയാണ്. പക്ഷേ നമ്മുടെ സഹോദരന് ഇതുവരെ ബോധം വന്നിട്ടില്ല. അവനെ അവർ രണ്ടുപേരും കൂടെ തട്ടി വിളിക്കുകയാണ്. അന്നേരം അവനും ബോധം വന്നിട്ടുണ്ട്. അവന്റെ കയ്യിലുള്ള കെട്ടെല്ലാം അഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവർ മൂന്നുപേരും കൂടെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. അന്നേരമായിരിക്കും അവിടെ വേറൊരു മനുഷ്യനെ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് ഇവർ കാണുന്നത്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഒരു മനുഷ്യനെ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന കണ്ടില്ലേ, ആ മനുഷ്യൻ തന്നെ. ഇപ്പൊ ജാക്ക് അയാളെ ചെന്ന് തട്ടി വിളിക്കുകയാണ്. അങ്ങേർക്ക് ജീവനുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങേരുടെ കയ്യിലുള്ള കെട്ടും വായിലുള്ള കെട്ടൊക്കെ അഴിച്ചു കൊടുത്ത് താഴെ ഇറക്കാണ്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ അങ്ങേർക്ക് നാക്കില്ല. ആ നാക്ക് ആ വില്ലന്മാര് പൊഴുതെടുത്തു കഴിഞ്ഞു. പക്ഷെ ഇവരെ വിട്ടുകൊടുക്കത്തില്ല. അയാളെ എടുത്തിട്ട് ഇവര് മൂന്നുപേരും കൂടെ അവിടെ നോടാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇവർ ആ കാട്ടിലൂടെ ഓടി ഓടി ഒരു കൊക്കയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഇനി താഴോട്ട് ഇറങ്ങിപ്പോകാനൊന്നും പറ്റത്തില്ല. പക്ഷെ ജാക്ക് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോകാനാണ്. എന്നാൽ മെലീസയും അതുപോലെ തന്നെ സഹോദരൻ സമ്മതിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ കൂടെ വയ്യാത്തൊരു മനുഷ്യനില്ലേ, അങ്ങേരെയും കൊണ്ട് ഈ മലഞ്ചെരിവ് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങേരെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. ജാക്ക് പറയും എന്നാ പിന്നെ നമുക്ക് അയാളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം. എന്തായാലും അങ്ങേര് ജീവനോട് ഇരിക്കുന്ന യാതൊരു ഉറപ്പുമില്ല. അങ്ങേരുടെ നാക്കൊക്കെ പോയിട്ട് ഒരുപാട് ചോര പോയി. അങ്ങേര് എന്തായാലും മരിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകാന്ന് പറയുമ്പോൾ മെലീസയും അതുപോലെ തന്നെ സഹോദരനും സമ്മതിക്കത്തില്ല. ജാക്കിനെ വഴക്ക് പറയാണ്. അതുകൊണ്ട് തന്നെ ജാക്കിന് ദേഷ്യം വന്നിട്ട് അവൻ ഒരു സൈഡിലോട്ട് മാറി നിൽക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരാൾ വന്ന് ജാക്കിനെ വലിച്ചെടുത്തോണ്ട് പോകുന്നത്. എന്നാൽ ഈ കാര്യം മെലീസയും അതുപോലെ തന്നെ സഹോദരനും അറിഞ്ഞിട്ടില്ല. എന്തായാലും കുറെ കഴിഞ്ഞിട്ടും ജാക്ക് തിരിച്ചു വരുന്നില്ല. അതുകൊണ്ട് തന്നെ മെലീസയ്ക്കും അതുപോലെ സഹോദരനും തോന്നുകയാണ് ജാക്ക് അവരെ ഉപേക്ഷിച്ചിട്ട് ആ മലഞ്ചെരുവ് വഴി നടന്നു പോയെന്ന്. എന്നാൽ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അപ്പോഴായിരിക്കും ഒരു വിസിലടി ശബ്ദം കേൾക്കുന്നത്. ഇത് കണ്ടിട്ട് സഹോദരൻ മെലീസനെയും വലിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കും. കാരണം അത് വില്ലന്മാരാണെന്ന് സഹോദരന് മനസ്സിലായി. എന്നാൽ ഈ പെൺകുട്ടി വരാനായിട്ട് കൂട്ടാക്കുന്നില്ല. ജാക്ക് അവിടെ ഒറ്റയ്ക്കാണ്. അവൻ നമ്മൾ ഉപേക്ഷിച്ച് പോകത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ സഹോദരൻ അവളെ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു മനുഷ്യനെയും എടുത്തിട്ട് അവിടെ ഓടാനായിട്ട് തുടങ്ങും. അവരങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വയ്യാത്ത മനുഷ്യനില്ലേ അങ്ങേര് കുഴഞ്ഞ് തറയിൽ വീഴാണ്. വീണ്ടും അയാളെ എടുത്തിട്ട് അവർ രണ്ടുപേരും കൂടെ ഓടും. പെട്ടെന്നായിരിക്കും അയാളുടെ
മെലീസയുടെ മുതുകത്തൊരു കത്തി വന്ന് കയറുന്നത് അയാൾ കുടഞ്ഞ് താഴെ വീഴാണ്. ഇനി അങ്ങേരെ നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സഹോദരനും മെലീസയും കൂടെ അവിടെ നോടാനായിട്ട് തുടങ്ങും. ഇപ്പോൾ മറ്റേ ആൾ അവിടെ കിടക്കുമ്പോൾ അയാൾ മരണപ്പെട്ടിട്ടില്ല, അവശതയായിട്ട് കിടക്കുമ്പോൾ അങ്ങോട്ട് ഒരാൾ വരുന്നുണ്ട്. ആ വന്നത് വില്ലനാണ് കേട്ടോ. ഒരു വില്ലൻ വന്നിട്ട് ആ മനുഷ്യന്റെ മുതുകത്തുള്ള കത്തി വലിച്ചൂരിയിടുകയാണ്. ഇതിനുശേഷം ജാക്കിനെ കാണിക്കുമ്പോൾ അവൻ കാടിന്റെ മറ്റൊരു ഭാഗത്ത് കണ്ണു തുറന്നിട്ടുണ്ട്. അവന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അവൻ എണീറ്റിട്ട് ആ കാട്ടിലെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ സഹോദരനും അതുപോലെ തന്നെ മെലീസയും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓടി ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവർക്ക് വിസിലടി ശബ്ദം കേൾക്കാം. അത് വില്ലന്മാരുടെ പരിപാടിയാണെന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ സഹോദരൻ മെലീസേനെയും കൊണ്ട് അവിടെ തന്നെ ചെറിയൊരു പാറ പോലത്തെ സംഭവമുണ്ട്, മണ്ണൊക്കെ കൂട്ടിയിട്ടേക്കുന്ന ചെറിയൊരു കൂമ്പാരം പോലെ, അതിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയിലും മെലീസ കരയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജാക്ക് അവിടെ ഒറ്റയ്ക്കാണ്, അവനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ സഹോദരൻ അവളുടെ വാ പൊത്തി പിടിച്ചിട്ട് അവളെ സമാധാനപ്പെടുത്തുകയാണ്. സഹോദരൻ വിചാരിച്ചിരിക്കുന്നത് ജാക്ക് അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയെന്നാണ്. പക്ഷെ അവനും ഈ കാട്ടിൽ കുടുങ്ങി കിടക്കാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. അത് കാട്ടിൽ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. ഇതേ നേരം തന്നെ സഹോദരനും മെലീസയും ഇരിക്കുന്ന മുകളിൽ തന്നെ ഒരു വില്ലൻ നേരത്തെ കൊന്ന ആളുടെ ശരീരം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അവിടെ ഇട്ട് തന്നെ അങ്ങേരുടെ വയറ് വലിച്ചു കീറി അതിലുള്ള കുടൽമാലയൊക്കെ എടുത്ത് പുറത്തിടുകയാണ്. എന്നിട്ട് അങ്ങേര് അവിടെ ഇരിക്കുമ്പോൾ, അതായത് വില്ലൻ അവിടെ ഇരിക്കുമ്പോൾ മെലീസയുടെയും അതുപോലെ തന്നെ സഹോദരന്റെയും കാല് കാണുന്നുണ്ട്. സഹോദരനും മെലീസയും താഴെ ഉണ്ടെന്ന് അങ്ങേർക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഇയാളുടെ ബോഡി എടുത്തിട്ട്, കൊന്ന ആളുടെ ബോഡി എടുത്തിട്ട് ഈ സൈക്കോ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പൊ കുറെ നേരമായിട്ട് ഒരനക്കവും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരനും മെലീസയും വിചാരിക്കും അവിടെ ഉള്ള ആള് അവിടെ നിന്ന് പോയെന്ന്. സത്യമാണ്, അയാൾ അവിടെ നിന്ന് പോയി. അപ്പൊ മെലീസ പറയും എനിക്ക് എങ്ങനെയെങ്കിലും ജാക്കിനെ കണ്ടുപിടിക്കണം, അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണമെന്ന്. പക്ഷെ സഹോദരൻ സമ്മതിക്കത്തില്ല. അത് ശരിയാകത്തില്ലെന്നാണ് അവൻ പറയുന്നത്. ഇതേ നേരം തന്നെ ജാക്ക് കാട്ടിലൂടെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു സൈഡിലായിട്ട് ഒരു ശരീരം കിടക്കുന്നതായിട്ട് കാണാം. അവൻ പെട്ടെന്ന് തന്നെ ആ ശരീരം ചെന്ന് നോക്കുകയാണ്. അത് മറ്റാരുടെ ശരീരമല്ല, സഹോദരിയുടെ ശരീരമാണ്. അവള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് നോക്കാനായിട്ട് അവൻ താഴോട്ട് കുനിയുന്ന നേരത്ത് അവന്റെ പിന്നിലായിട്ട് വേറൊരു വില്ലൻ വന്ന് നിപ്പുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇതേ നേരം തന്നെ മെലീസയും അതുപോലെ തന്നെ സഹോദരനും കൂടെ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ അവർ വീണ്ടും വിസിലടി ശബ്ദം കേൾക്കുകയാണ്. വില്ലന്മാരെ അവരുടെ അടുത്തെത്തിയെന്ന് മനസ്സിലായതും മെലീസയും അതുപോലെ തന്നെ സഹോദരനും കൂടെ അവിടെ നോടാനായിട്ട് തുടങ്ങും. അങ്ങനെ ഓടി ഓടി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു വില്ലൻ തോക്കും പിടിച്ച് അവരുടെ മുമ്പിലായിട്ട് നിപ്പുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് മെലീസയും സഹോദരനും കൂടെ രണ്ട് വഴിക്കായിട്ട് ഓടുകയാണ്. രണ്ടുപേരും പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ സഹോദരൻ ഓടി ഓടി ഒരു സ്ഥലത്ത് വന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ്. അന്നേരമായിരിക്കും വേറൊരു വില്ലൻ അതുവഴി പോകുന്നത് സഹോദരൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ സഹോദരൻ വീണ്ടും ഓടാനായിട്ട് തുടങ്ങും. പെട്ടെന്നായിരിക്കും രണ്ട് മരത്തിന്റെ ഇടയിലൂടെ ഓടുമ്പോൾ ഇവൻ എന്തോ പിടിച്ച് വലിക്കുന്നത്. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, ഈ മരത്തിന്റെ ഇടയിൽ ഒരു വള്ളി അല്ലെങ്കിൽ ഒരു മുള്ളുവേലി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവന്റെ വയറ്റിൽ തുളഞ്ഞു കയറി. അവൻ ഓടിയ സമയത്ത് അത് ഇളക്കി മാറ്റാനായിട്ട് നോക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. നല്ല വേദന എടുക്കുന്നുണ്ട്. അന്നേരമായിരിക്കും ഒരു വില്ലൻ വന്ന് അവന്റെ കഴുത്തിൽ തോക്ക് വെക്കുന്നത്. അനങ്ങിയ ഷൂട്ട് ചെയ്യും എന്നതുപോലെ. ഇതേ നേരം തന്നെ മെലീസ കാട്ടിലൂടെ ഓടി ഏതോ ഒരു സ്ഥലത്ത് വന്ന് നിൽപ്പുണ്ട്. എങ്ങോട്ട് പോയാൽ റോഡ് എത്തുമെന്ന് അവൾക്ക് അറിയത്തില്ല. എങ്ങനെയെങ്കിലും റോഡിലെത്തിയാൽ അവിടെ നോടി രക്ഷപ്പെടാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ അവള് വഴി അറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അത് വിജനമായ ഒരു കാടാണ്. ആരുമില്ല. ഇവരെ കൊന്നാൽ പോലും ആരും അറിയത്തില്ല. പിന്നീട് മെലീസ അവിടെ നിന്ന് നടന്നു തുടങ്ങും. നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു വില്ലൻ കത്തിയെടുത്ത് ജാക്കിനെ കെട്ടിവെച്ചിട്ട് അവന്റെ കഴുത്തിലായിട്ട് കത്തി വെച്ചേക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് കാണുന്ന മെലീസ എത്രയും പെട്ടെന്ന് തന്നെ വില്ലന്റെ അടുത്ത് ഓടി ചെല്ലുകയാണ്. എന്റെ ജാക്കിനെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വില്ലൻ കത്തിയെടുത്ത് മെലീസയുടെ കഴുത്തിൽ വെക്കുകയാണ്. മെലീസ പറയും നീ എന്നെ കൊന്നു, പക്ഷെ ജാക്കിനെ വെറുതെ വിട്ടോളാം. അപ്പൊ വില്ലൻ കത്തിയെടുത്ത് ബോയ് ഫ്രണ്ടിന്റെ, അതായത് ജാക്കിന്റെ കഴുത്തിൽ വെയ്യും. എന്നാൽ ഈ നാറി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? എന്നെ കൊല്ലല്ലേ, അവളെ കൊന്നോന്ന് പറയും. ഇത് കാണുന്ന മെലീസയുടെ അവസ്ഥ പറയണ്ടല്ലോ, അവള് തകർന്നു പോവും. എന്തായാലും ഈ വില്ലൻ കത്തിയെടുത്ത് മാറി മാറി രണ്ടുപേരുടെ കഴുത്തിലും വെക്കുന്നുണ്ട്. എന്നിട്ട് മെലീസേനെ കുത്തിപ്പിടിച്ച് മരത്തിന് നേരെ ചേർക്കാണ്. ആ നേരം മെലീസ വില്ലൻ അറിയാതെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കത്തി അടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ കത്തിയെടുത്ത് വില്ലന്റെ വയറ്റിൽ തന്നെ കുത്തി കയറ്റാണ്. വില്ലൻ താഴെ വീഴുന്നുണ്ട്. പിന്നീട് അവള് വെറുതെ വിടത്തില്ല. ആ കത്തി വീണ്ടും അവന്റെ വയറ്റിലോട്ട് കുത്തി ഇറക്കാണ്. അവിടെ വെച്ച് തന്നെ അവനെ കൊന്നു കളയുന്നുണ്ട്. ഇതിനുശേഷം അയാളെ കൊന്നതിന്റെ വിഷമത്തിൽ അവൾ അവിടെ ഇരുന്ന് കരയാണ്. അന്നേരം ജാക്ക് വിളിച്ചു പറയും എന്നെ അഴിച്ചുവിടാൻ. അങ്ങനെ അവള് വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവനെ അഴിച്ചുവിടാനായിട്ട് ചെല്ലുമ്പോൾ ദൂരെന്ന് വേറൊരു വില്ലൻ ഇവർക്ക് നേരെ വരുന്നുണ്ട്. ഇവള് മാക്സിമം അവനെ അഴിച്ചുവിടാനായിട്ട് ശ്രമിക്കുമെങ്കിലും കഴിയില്ല. അയാൾ അടുത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നോടാനായിട്ട് തുടങ്ങുകയാണ്. ഈ നാറി ഉണ്ടല്ലോ ജാക്ക്, അവൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നീ വെറും ചതിയെത്തിയാടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയാണ്. പക്ഷെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. അവിടെ നിന്നാൽ അവളെയും അയാൾ വന്ന് പിടിക്കും. ഇപ്പോ വേറെ ആ ഒരു വില്ലനില്ലേ, അങ്ങേര് വന്നിട്ട് ജാക്കിന്റെ കഴുത്തിൽ കത്തി വെച്ച് അവനെ മുറിച്ച് കൊന്നു കളയാണ്. എന്നിട്ട് മറ്റേ ആളുടെ ബോഡി നോക്കുന്നുണ്ട്. ആ വില്ലൻ മരണപ്പെട്ടു എന്ന് ഇപ്പൊ വന്ന വില്ലന് മനസ്സിലായി. എന്തായാലും ഇപ്പൊ മെലീസ ഓടി ഓടി ഒരു സ്ഥലത്തെത്തുന്നുണ്ട്. അവളുടെ കയ്യിൽ നേരത്തെ വില്ലന്റെ എടുത്ത ആ ഒരു കത്തിയുണ്ട്. ഇപ്പൊ ആ സ്ഥലം നോക്കുകയാണെങ്കിൽ അവിടെ കുറെ അധികം ടെന്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ വില്ലന്മാരില്ലേ, അവന്മാര് കാട്ടിൽ വന്ന് വേട്ടയാടുന്ന സ്ഥലമാണ്. ഇവിടെ ആകുമ്പോൾ ആരും അറിയില്ലല്ലോ. അതുപോലെ ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കുന്ന സ്ഥലമാണിത്. ഇപ്പൊ അവൾ ആ ഒരു സ്ഥലത്തൂടെ അങ്ങനെ നടക്കുകയാണ്. അവിടെ ആയിട്ട് ഒരു ടെന്റ് കാണുന്നുണ്ട്. ആ ടെന്റിനുള്ളിൽ നോക്കുമ്പോൾ ഒരു ശരീരം കിടപ്പുണ്ട്. അതേപോലെ തന്നെ പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അവന്മാർ ഇവിടെ അടുത്തെത്തിയെന്ന് മെലീസയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നോടി രക്ഷപ്പെടാൻ
രക്ഷപ്പെടാനായിട്ട് നിൽക്കുമ്പോൾ വേറൊരു സൈഡിൽ നിന്ന് വേറൊരു വില്ലൻ കൂടെ വരികയാണ്. ഇവൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ടെന്റിനുള്ളിൽ കയറിയിട്ട് ആ ഒരു മൃതശരീരമില്ലേ, ആ മൃതശരീരത്തിന്റെ അടുത്തായിട്ട് കിടക്കാണ്. തലയിലൂടെ ഒരു ബ്ലാങ്കറ്റും എടുത്തിടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു വില്ലൻ വന്ന് ഈ ടെന്റിന്റെ അകത്ത് നോക്കുന്നുണ്ട്. പക്ഷെ ആരും ഇല്ലാന്ന് വില്ലന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വില്ലൻ അവിടെ നിന്ന് പോവാണ്. പിന്നീട് മെലീസയ്ക്ക് അവിടെ നിന്ന് ഒരു തോക്ക് കിട്ടുന്നുണ്ട്. ആ തോക്ക് എടുത്ത് അവള് കയ്യിൽ പിടിച്ച് അങ്ങനെ കിടക്കാണ്. കുറെ നേരം കഴിയുമ്പോൾ ആ ടെന്റ് വീണ്ടും വന്നൊരു വില്ലൻ തുറക്കും. മെലീസ ഒന്നും ചിന്തിക്കത്തില്ല. ആ തോക്കെടുത്ത് ഒറ്റ പൊട്ടിയിലാണ്. അങ്ങേറെ നെഞ്ചും തുളച്ച് അങ്ങേര് ദൂരോട്ട് പോയി വീഴുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അങ്ങേരുടെ കാര്യത്തിൽ തീരുമാനമായി. ഇതിനുശേഷം അവൾ ആ തോക്കും എടുത്ത് പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. അവിടെ ആയിട്ട് വേറൊരു വില്ലൻ കൂടെ നിപ്പുണ്ട്. ആകെ 3 വില്ലന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 പേരെ അവൾ കൊന്നു കഴിഞ്ഞു. ഇനി ആ വില്ലന് നേരെ തോക്ക് ചൂണ്ടി അവനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ തോക്കിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് തന്നെ വില്ലൻ വന്നിട്ട് അവളെ അടിച്ച് താഴെ ഇടുകയാണ്. ഒരുപാടധികം ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ താഴെ മുട്ടിലിരുത്തിയിട്ട് തോക്കെടുത്ത് അവളുടെ വായിൽ വെക്കുകയാണ്. ഇപ്പൊ ഷൂട്ട് ചെയ്യും എന്നതുപോലെ. എന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ തോക്കിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നു. അവളെ പേടിപ്പിക്കാനായിട്ട് അങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് ഈ കിളവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവളെ ഉപദ്രവിക്കാനായിട്ട് പോവാണ്. പക്ഷെ അവള് വെറുതെ വിടത്തില്ല. താഴെന്നൊരു കത്തി കിട്ടാണ്. ആ കത്തി എടുത്ത് അങ്ങേരുടെ കാലിൽ കുത്തുന്നുണ്ട്. അതിൽ അങ്ങേര് വീണ് പോകുന്ന നേരത്ത് മെലീസ അവിടെ നിന്ന് ഇറങ്ങി ഓടാനായിട്ട് തുടങ്ങും. പക്ഷെ ഇങ്ങേരും വെറുതെ വിടത്തില്ല. ആ വയ്യാത്ത കാല് വെച്ച് മെലീസയുടെ പിന്നാലെ അങ്ങനെ ഓടുകയാണ്. മെലീസ ഇപ്പൊ ഓടി ഓടി ഒരു സ്ഥലത്ത് വന്ന് മറഞ്ഞു കിടക്കുന്നുണ്ട്. ഇങ്ങേര് പിന്നാലെ വന്ന് നോക്കുമ്പോൾ മെലീസേനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇതിനുശേഷം മെലീസ തിരിച്ചു നടന്ന് ആ ടെന്റിന്റെ അടുത്ത് വരുന്നുണ്ട്. അവിടെ ആയിട്ട് ഒരു മരമുണ്ട്. ആ മരത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആയിട്ട് സഹോദരനെ പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. അവനെ കൊന്നിട്ടില്ല. സഹോദരന്റെ കയ്യിലെല്ലാം മുള്ളുവേലിക്ക് കെട്ടിവെച്ചിരിക്കുകയാണ്. അത് അഴിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ആ നേരം മെലീസ നോക്കുമ്പോൾ മറ്റേ വില്ലൻ ഒരു സൈഡിലായിട്ട് വന്ന് നിപ്പുണ്ട്. പക്ഷെ ആ വില്ലൻ മെലീസനെ കണ്ടിട്ടില്ല. അന്നേരമായിരിക്കും മെലീസയ്ക്ക് താഴ്ന്നൊരു അമ്പും വില്ലും കിട്ടുന്നത്. അതായത് ഈ ആരോ വെച്ച് ഷൂട്ട് ചെയ്തില്ലേ ആ ഒരു സാധനം തന്നെ. എന്തായാലും അവൾ ആ ഒരു അമ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വില്ലൂടെ എടുത്തിട്ട് അങ്ങേർക്ക് നേരെ വലിച്ചു വിടും. പക്ഷെ ആദ്യത്തെ വട്ടം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പോകത്തില്ല. അത് താഴെ പോയി വീഴാണ്. എന്നാലും അത് അങ്ങേര് അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ വീണ്ടും അവൾ അത് എടുത്തിട്ട് നല്ല രീതിയിൽ വലിച്ചിട്ട് അങ്ങേർക്ക് നേരെ വിടുകയാണ്. കറക്റ്റായിട്ട് അത് അങ്ങേരുടെ നെഞ്ചത്ത് പോയി തളയ്ക്കുന്നുണ്ട്. അങ്ങേര് താഴെ വീഴുന്നുണ്ട്. ഇതിനുശേഷം മെലീസ അങ്ങേരുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അങ്ങേരുടെ തോക്ക് തന്നെ കയ്യിലെടുത്ത് വെച്ചിട്ട് അങ്ങേർക്ക് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അങ്ങേർക്ക് താഴ്ന്നൊരു കത്തി കിട്ടുന്നുണ്ട്. ആ കത്തി എടുത്ത് മെലീസയുടെ പള്ളക്ക് തന്നെ കയറ്റുന്നുണ്ട്. പക്ഷെ മെലീസ വെറുതെ വിടത്തില്ല. മെലീസ മുമ്പിലോട്ട് വീണിട്ട് ആ ഒരു അമ്പും വില്ല് നല്ല ശക്തമായിട്ട് തന്നെ അങ്ങേരുടെ നെഞ്ചിലോട്ട് അമർത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ അമ്പും വില്ലും തുളഞ്ഞിട്ട് അങ്ങേരുടെ നെഞ്ചത്തൂടെ മുതുകിന്റെ പുറത്ത് വരുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് തന്നെ അങ്ങേര് മരണപ്പെട്ടുപോയി. പക്ഷെ മെലീസയുടെ ദേഹത്ത് കത്തി കയറിയല്ലോ. അത് അവള് വലിച്ചൂരി കളയാണ്. അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇതിനുശേഷം ക്ഷീണം കാരണം കുറെ നേരം അവൾ അവിടെ കിടക്കുന്നുണ്ട്. അത് രക്തത്തിൽ കുളിച്ചിട്ട്. പിന്നീട് അവൾ എണീറ്റിട്ട് നേരെ സഹോദരന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിലും കാലിലും ഉള്ള ആ ഒരു മുള്ളുവേലിയൊക്കെ സമാധാനപ്പെട്ട് അഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇനി പേടിയാനൊന്നുമില്ല. ആ 3 തീർത്ത് കഴിഞ്ഞു. ഇനി ആരും ഉപദ്രവിക്കാനായിട്ട് വരത്തില്ല. അങ്ങനെ സഹോദരന്റെ കയ്യിലുള്ള കെട്ടൊക്കെ അഴിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അതൊരു ട്രാപ്പായിരുന്നു. സഹോദരൻ അവിടെ നിന്ന് എണീറ്റതും ആ ട്രാപ്പ് ആക്ടിവേറ്റ് ആയി. അങ്ങനെ ഒരു ചുറ്റിക വന്ന് സഹോദരന്റെ തലയ്ക്ക് അടിച്ചിട്ട് അവിടെ വെച്ച് തന്നെ സഹോദരൻ തീർന്നു പോവാണ്. അവന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇത് കണ്ടിട്ട് മെലീസ ആകെ തകർന്നു പോവാണ്. അവൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. വിഷമം അവൾക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അവളുടെ കൂടെ വന്ന 3 പേരും തീർന്നു. പിന്നീട് അവള് വെറുതെ വിടുന്നില്ല. അവള് പതിയെ എണീറ്റിട്ട് ആ കാട്ടിലൂടെ അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. അവൾക്ക് ഒട്ടും വയ്യ. എന്നാലും നടക്കാനായിട്ട് തുടങ്ങും. നടന്ന് എങ്ങനെയൊക്കെയോ റോഡിലെത്തുന്നുണ്ട്. അന്നേരമായിരിക്കും ഒരു കാറ് ദൂരെ നിന്ന് വരുന്നത്. അവൾ ആ കാറിനെ കൈ കാണിച്ച് നിർത്തുന്നുണ്ട്. അതിലൊരു മുത്തശ്ശിയായിരുന്നു. ആ മുത്തശ്ശി പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്താ പറ്റിയ മോളെ എന്ന് ചോദിച്ച് അവളെ കാറിനുള്ളിലോട്ട് കയറ്റുന്നുണ്ട്. അവളും ആ മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയാണ്. എന്റെ കൂടെ വന്ന എല്ലാരെയും അവർ കൊന്നു കളഞ്ഞു. പക്ഷെ ഞാൻ അവരെല്ലാരെയും കൊന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് മെലീസേനെയും അവരുടെ കൂട്ടുകാരെയും വേട്ടയാടി എല്ലാരെയും കൊന്നു ഈ മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശിയുടെ മുഖത്ത് എന്തോ ഒരു പേടി വരുന്നുണ്ട്. മുത്തശ്ശി കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. ഈ മുത്തശ്ശിയെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവര് മറ്റാരും അല്ല കേട്ടോ. ഇവർ ആദ്യം തന്നെ ഒരു കടയിൽ കയറിയില്ലായിരുന്നു. ആ കടയിലെ ഓണറാണ് ഈ മുത്തശ്ശി. ഇവര് കടയിൽ വെച്ച് ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ആ കടയിലെ മുത്തശ്ശി തന്നെ. അതുപോലെ തന്നെ ഇവരെ വേട്ടയാടിയ വേട്ടക്കാരില്ലേ, അവര് മറ്റാരുമല്ല. നേരത്തെ ഇവര് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ തന്നെയാണ്. ആ റെസ്റ്റോറന്റിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ. ഇപ്പൊ മെലീസ കാറിൽ പോകുന്ന നേരത്ത് ആ കാറിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ മുത്തശ്ശി അവളെ ചിലപ്പോൾ കൊല്ലാനായിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ആ ഒരു വില്ലന്മാര്. അങ്ങനെ ഈ മുത്തശ്ശിയും അതുപോലെ തന്നെ വില്ലന്മാരും കൂടെ ഒരുമിച്ചാണ് കാട്ടിൽ വരുന്ന ആൾക്കാരെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ കാറിൽ പോകുന്നുണ്ട്. മെലീസ കാറിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് നോക്കുമ്പോൾ അവളെ കൊണ്ട് കഴിയുന്നില്ല. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.